അനുമോളും നെവിനും മൈജി കോർണറിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം നെവിൻ പറയുന്നുണ്ട്, പുറത്തിറങ്ങിയാൽ ഞാൻ പിന്നെ ആരെയും കരിവാരി തേക്കാനൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അത് വളരെ നല്ല കാര്യം, നീ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, വേറെ ആരെയും അങ്ങനെ നമ്മൾ പേരൊന്നും എടുത്ത് നമ്മളങ്ങനെ ആരെയും അധിക്ഷേപിക്കരുത്, ഇവിടെ എല്ലാം നടന്ന് ഇവിടെ തന്നെ കഴിഞ്ഞു. അപ്പോൾ നെവിനും അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് നെവിൻ പറയാണ്, പക്ഷേ എനിക്കെതിരെ സൈബർ ബുള്ളിങ് വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ ലവ് സൈബർ ബുള്ളിങ്, എന്നെ ആരെങ്കിലുമൊക്കെ ബുള്ളി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ രാവിലെ ചായ കുടിക്കുമ്പോൾ കുറച്ച് തെറികളൊക്കെ കേൾക്കുകയാണെങ്കിൽ നല്ല രസമല്ലേ, പുതിയ തെറികൾ കാണാം, പഠിക്കാം, ഇങ്ങനെയൊക്കെ നെവിൻ പറയുകയാണ്. എനിക്ക് സൈബർ ബുള്ളിങ് ഭയങ്കര അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് നെവിൻ പറയുകയാണ്. അപ്പോൾ അനുമോൾ ഇതൊക്കെ അത്ഭുതത്തോടെ കേൾക്കുകയാണ്. എനിക്ക് പക്ഷേ ഇഷ്ടമല്ല കേട്ടോ, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇഷ്ടമല്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരിരുന്ന് കുറേ സംസാരിച്ച് കഴിയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എടാ എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടടാ എന്നൊക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ ഒരു സീസണിലെ ക്ലൈമാക്സ് എത്താറായപ്പോൾ വൻ അടികൾ ഉണ്ടാക്കിയ ടീംസുകളാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇവരിന്ന് സോഫയിലിരുന്ന് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു വീട്ടിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് തോന്നിപ്പോകും. അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ പ്രശ്നങ്ങൾ അത്രേ ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് വിട്ടേക്കണം. അതല്ലാതെ റീ എൻട്രി നടത്തി കയറി വന്നവരെ പോലെ ഷോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും എയറിലേക്ക് കയറത്തേ ഉള്ളൂ. എന്തായാലും ഇന്ന് വീട്ടിൽ ഒരു എവിക്ഷൻ നടന്ന ഒരാൾ പുറത്തേക്ക് പോകുന്നതായിരിക്കും. ആരാണ് പുറത്തായതെന്ന് ലൈവായിട്ട് നടക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.